ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പ്രിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ തട്ടുകട അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ കാണും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്കിനി മസാലകൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്. ക്രഷ്ഡ് ചില്ലി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ശേഷം അല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. നമ്മൾ കറിക്ക് യൂസ് ചെയ്യുന്നതല്ല കേട്ടോ, പെരിഞ്ജീരകമാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടീസ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലൈം ജ്യൂസാണ് ചേർക്കുന്നത്. ലൈം ജ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും ലൈം ജ്യൂസും ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി വേണമെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ലൈം ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. 1 നാരങ്ങയുടെ ജ്യൂസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടിയും മൈദാപ്പൊടിയും എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. 2 മണിക്കൂറായി. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലോട്ടേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ച് വെക്കണം. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഒരു വശം ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് അല്പസമയം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. എല്ലാം നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ
അടുത്ത ട്രിപ്പും ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.